ബിരിയാണി ട്രൈ ചെയ്താലോ? ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചേപ്പുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മാഗി ക്യൂബ്, സ്പൈസസ്, നട്ട്സ്, മുളക്, ചിക്കൻ, സവാള, പിന്നെ അല്ല പഴുത്ത തക്കാളി. ഫസ്റ്റ് നമുക്ക് കുക്കർ വെച്ച് അതിൻ്റെ അകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നട്ട്സും സ്പൈസസും ഇട്ട് കൊടുക്കാം. അത് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി 3 സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. അത് കുറച്ച് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മാഗി ക്യൂബ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടിച്ച് പൊളിച്ചാണ് ഗൈസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ട്രിവാൻഡ്രത്തുള്ള ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു ആൻറ്റി. അതിനുശേഷം മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം മൂത്ത് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കഥാനായകന്റെ കുക്കറിലേക്കുള്ള മാസ് എൻട്രി ആണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ 2 വിസിൽ കിട്ടു. ഇനി കുക്കർ തുറന്ന് അതിൻ്റെ അകത്ത് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇനി പേസ്റ്റ് ആക്കി എടുത്ത നട്ട്സും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2 വിസിൽ വരുന്നവരെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് കുക്കർ തുറക്കാം. അടിപൊളി മണം വരുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ചിക്കൻ ഫ്രൈയും പപ്പടവും സലാഡും കൂടി വെച്ച് ഒരു പിടി പിടിക്കാം ഗൈസ്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ബൈ.